എങ്ങനെ തുറന്നു വിടണോ? കടിക്കാനിപ്പോ എന്ത് കൊടുക്കും? കടിക്കാനിപ്പോ എന്ത് കൊടുക്കും? കമ്പി എടുത്ത് കൊടുത്ത പ്രശ്നമുണ്ടോ? നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ബിന്ദുസ് ഡയറിയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം ഒരു ക്ലാസിക് ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അനങ്ങാതിരുന്നത്, വോയിസ് ഓവർ കൊടുക്കാതിരുന്നത്. ഇത് കാലത്തൊരു 6 മണി ആയിട്ടുണ്ടാകും. ഞാൻ ശിവരാത്രിക്ക് തലേ ദിവസം വീട്ടിലെത്തി. പിറ്റേ ദിവസം ആസ് യൂഷ്വൽ ഞാൻ സിന്ധുവും കൂടെ വെളുപ്പിന് ഒരു 5 മണിയായപ്പോൾ നടക്കാൻ പോയിട്ട് തിരിച്ച് വന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ വന്ന ഉടനെ പോമിക്കുട്ടനെ അഴിച്ചു വിടുക, അവൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോയാൽ. അതിന് കമ്പി എടുത്ത് അല്ലെങ്കിൽ കമ്പെടുത്ത് കടിക്കാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് അവൻ കളിച്ചുകൊണ്ടിരിക്കും, അവൻ അതിൻ്റെ പുറത്ത് പോകത്തില്ല, കളിച്ചുകൊണ്ടിരിക്കും. അതിനാണ് കടിക്കാനൊരു കമ്പി എടുത്ത് എപ്പോഴും കൊടുക്കാറുണ്ട്. സിന്ധു വിളക്കും കണ്ട് തയ്ക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 2 പേർക്കുമുള്ള നമ്മുടെ കോഫി റെഡിയാക്കി. ഇതൊന്നും എല്ലാ വീഡിയോയിലും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, ഇതൊക്കെ സ്ഥിരം തന്നെ. അപ്പോൾ ഇന്ന് ശിവരാത്രി ആയത് കാരണം എനിക്കും അക്കച്ചിക്കും കൂടെ അമ്പലത്തിൽ പോകണം, അതിൻ്റെ ഒരു തിരക്കുണ്ട്. അമ്മ ഞങ്ങൾ വന്ന ഉടനെ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഉണർന്നെണീറ്റ് നാമം ചെല്ലും. അവിടെ ഞാൻ മ്യൂട്ടടിച്ചതാണ്. രാവിലെ സൂര്യനെ നോക്കിയിട്ട് നാമം ചെല്ലുമല്ലോ, മുറ്റത്തിറങ്ങത്തില്ല, അവിടെ നിന്ന് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ കാപ്പി ഇട്ടിട്ട് ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ കുളിച്ച് റെഡി ആവണം അമ്പലത്തിൽ പോകാൻ. രാവിലെ വൈകുന്നേരം പോയി തൊഴാൻ പറ്റില്ല, കെട്ടുകാഴ്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാനേ പറ്റുള്ളൂ, ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ പോയി തൊഴണം. ഇവരെല്ലാം 8 ദിവസമാണ് ഉത്സവം ശിവരാത്രി. ഇന്ന് 8ാമത്തെ ദിവസം, ഫൈനൽ ദിവസം. ഇവരെല്ലാ ദിവസവും സിന്ധും എല്ലാ ദിവസവും പോയി തൊഴാറുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ അവൾ പോകണില്ല, കാരണം എല്ലാവരും കൂടെ പോയി കഴിഞ്ഞാൽ അമ്മയുടെ ആളില്ല, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം അക്കച്ചിയാണെങ്കിൽ വൈകുന്നേരം ഒന്നും പോവില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ തൊഴാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 പേരും കൂടെ പോകാമെന്ന് തീരുമാനിച്ചു. ഇപ്പം ഞങ്ങളെല്ലാം കുളിച്ച് റെഡി ആയിട്ടുണ്ട്. സിന്ധു കുളിച്ചിട്ട് കിച്ചണിലേക്ക് കയറി ആസ് യൂഷ്വൽ. ഞാൻ റെഡിയായിട്ട് നിൽക്കുക. അക്കച്ചി അമ്മയെ കുളിപ്പിച്ച് റെഡിയാക്കി അവരുടെ തിരുത്തിയിട്ട് കുളിക്കാൻ പോയിരിക്കുകയാണ്. കുളിച്ച് സുന്ദരിയായിട്ട് അമ്മ അവിടെ ഇരിപ്പുണ്ട്. അതെന്നും അങ്ങനെയാണ്. ഇപ്പം ഇന്ന് അക്കച്ചിക്ക് രാവിലെ തന്നെ കുളിക്കേണ്ടി വന്നല്ലോ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ കുളിച്ച് റെഡിയായിട്ട് അക്കച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ തൊഴുതിട്ട് വന്ന ശേഷമേ ഞങ്ങൾ കഴിക്കുള്ളൂ. ഞങ്ങളുടെ കിച്ചണിൽ കണ്ടോ, അവൾ നാരങ്ങ അച്ചാറിടാൻ വേണ്ടി ഇങ്ങനെ സെറ്റാക്കി ഉപ്പിട്ടൊക്കെ വെച്ചേക്കുന്നത് കണ്ടോ. അങ്ങനെ ഞാനും അക്കച്ചിയും കൂടെ അമ്പലത്തിൽ വന്നപ്പം ഈ ക്യൂ എന്തിൻ്റെയാണെന്നറിയാമോ? അന്നദാനം കഴിക്കാൻ വേണ്ടി. അതായത് തൊഴുതിട്ട് വരുമ്പം തന്നെ 9 മണിക്ക് അന്നദാനം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തൊഴുതിട്ട് ഈ ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്ക് തൊഴുതിട്ട് വീട്ടിൽ എത്തുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമല്ലോ, അതിൻ്റെ ക്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 9 മണിയൊന്നും ആയിട്ടില്ല. അപ്പം എല്ലാവരും നേരത്തെ വന്ന് തൊഴുതിട്ട് നിൽക്കുന്ന ക്യൂ ആണിത്. ഇതൊക്കെ കാണുമ്പം എന്തൊരു വെയിലോ ഒന്നും കൂട്ടാക്കാണ്ടാണ് ആൾക്കാരിങ്ങനെ വന്ന് നിൽക്കുന്നത്. 8 ദിവസമായിട്ട് ഇതാണ് നടക്കുന്നത് ഈ അമ്പലത്തിൽ. ഇത് അമ്പലം ഏതാണെന്നറിയാമോ? വെളിയം ശ്രീ അഞ്ചുമൂർത്തി മഹാക്ഷേത്രം. ഇത് നമ്മുടെ അമ്പലമാണേ. ഇത് കൃഷ്ണനടയാണ് കേട്ടോ. ഇവിടുത്തെ ക്യൂ ഉണ്ടോ? അവിടെയുണ്ട്, തൊഴാൻ വേണ്ടിയുള്ള ക്യൂ ആണത്. നടയിൽ കയറാം, കൃഷ്ണനടയിൽ കയറാനുള്ള നടയിലുള്ള ക്യൂ എവിടെ വരെ ഉണ്ടെന്ന് നോക്കിക്കേ. ശിവൻ്റെ നടയുണ്ട്, കൃഷ്ണനടയുണ്ട്. ഇത് മെയിനായിട്ടുള്ള ശിവക്ഷേത്രം. അതായത് ആ ക്യൂവിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഞങ്ങളിവിടെ തൊഴുതിട്ട ശേഷമാണ് അവിടെ പോയി തൊഴുവത്തുള്ളൂ. അതിനും നല്ല ക്യൂ ഉണ്ട്. പിന്നെ നമ്മൾ അക്കച്ചി വയ്യാത്തത് കാരണം പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇടയ്ക്കിട്ട് നമ്മളെ കയറ്റി. അതാണ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലായി ക്യൂവിൽ. ഇന്ന് വൈകുന്നേരം കൂടി ഇറങ്ങും. ഇന്നാണ് ലാസ്റ്റ് ദിവസം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാമോ? പുഷ്പാലങ്കാരം ചെയ്തിരിക്കുന്നില്ലേ ക്ഷേത്രത്തിൽ, ഫുള്ള് കവർ ചെയ്ത് പൂക്കളുടെ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ആൾക്കാരൊക്കെ ഫ്രണ്ടിൽ വന്ന് പറയിടുന്നുണ്ട് അമ്പലത്തിലെ. പറ നേരത്തെയൊക്കെ വീട്ടിൽ വരുമായിരുന്നു. മറ്റേ ആനയെ ഇങ്ങനെ വെയിലത്ത് നടത്തിപ്പിക്കരുതെന്നൊക്കെ ഉള്ള ഇഷ്യൂ വന്നതിന് ശേഷം പിന്നെ എല്ലാ അമ്പലത്തിൻ്റെ കൊടിമരത്തിൻ്റെ ചുവട്ടിലാണ് പറയിടുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് നേരത്തെ വന്ന് പറയിട്ടത് കാരണം ഇന്നത്തെ തിരക്കിനിടയിൽ പറയിടാനൊന്നും നമ്മൾ പോയില്ല.
നമ്മൾ ജസ്റ്റ് വന്ന് എസ്പെഷ്യലി ഞാൻ ഇന്നലെ രാത്രി വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നും കൂടെ രാവിലെ വന്ന് തൊഴുതിട്ട് വൈകുന്നേരം വരുമ്പോൾ ഇത് നടക്കത്തില്ല. അപ്പോൾ നമ്മൾക്ക് പരിപാടികൾ ആസ്വദിച്ച് കാണാനായിട്ട് ഈ അമ്പലത്തിൽ ക്യൂ നിന്ന് കഴിഞ്ഞാൽ പരിപാടിയുടെ അവിടെ തിരക്കായി പോകും. അതുകൊണ്ട് രാവിലെ തന്നെ വന്ന് തൊഴു. അങ്ങനെ കമ്മിറ്റി ഓഫീസ് ഒരു അമ്പലത്തിൻ്റെ ഒരു ഓളം എന്ന് പറഞ്ഞാൽ, ഉത്സവത്തിൻ്റെ ഒരു ഓളം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഓളമാണ്. ഇത് സ്റ്റേജ് കണ്ടത് പണ്ടൊക്കെ നമ്മൾ തറയിലിരുന്നല്ലേ പ്രോഗ്രാം കണ്ടത്. ഇപ്പം കണ്ട സ്റ്റേജ് പണ്ടുമുണ്ട്, കസേരയൊക്കെ ഇട്ട് ഇരുന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. ഈ ആന ഭയങ്കര കുറുമ്പന കേട്ടോ. ഇവൻ്റെ ചോട്ടിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ അക്കച്ചിക്ക് ഭയങ്കര ബഹളം, മാറി നിൽക്ക്. ഞാൻ വീഡിയോ എടുത്ത് അതിൻ്റെ കീഴിലോട്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നു. അവൻ്റെ കണ്ണിൻ്റെ തുറിച്ചു നോട്ട് അക്കച്ചി പേടിച്ചു പോയി. അതുകൊണ്ട് എന്നെ മാറി നിൽക്കുമെന്ന് പറഞ്ഞ് ബഹളം വെച്ച്. ഉത്സവ സ്ഥലത്തുള്ള പതിവ് കാഴ്ചകളാണ്. ഒന്നും വാങ്ങിക്കുന്നില്ലെങ്കിലും ചുമ്മാ അതിൻ്റെ അടുത്തൂടെ നടക്കും. പണ്ടൊക്കെ ഇത് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് വേണ്ട എന്നുള്ളത് വെറുതെ കണ്ട് പാസ് ചെയ്ത് പോകും. അത് തൊഴുത് തിരിച്ചു വന്നപ്പം വീട്ടിലേക്ക് ഏത്തപ്പഴമൊക്കെ മേടിക്കാൻ അക്കച്ചി കടയിൽ കയറി. നമ്മുടെ വീട്ടിൽ സ്ഥിരം വേണ്ട സാധനമാണ് കേട്ടോ ഏത്തപ്പഴം ആൻഡ് മുട്ട. ഏത്തപ്പഴം മാത്രമേ ഇപ്പോൾ അമ്മ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം പോലും അത് മിസ്സാകത്തില്ല. നല്ല കടപ്പലഹാരങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. തിരിച്ച് വീട്ടിലെത്തി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനുള്ള സാധനങ്ങൾ ഞാൻ തന്നെ എടുക്കുകയാണ്. ദോശ, എനിക്കുള്ള ദോശ സിന്ധു ചുട്ടുകൊണ്ടിരിക്കുന്നു. നല്ല സൂപ്പർ നല്ലെണ്ണയൊക്കെ ഒഴിച്ച, ഞാൻ നെയ്യിന് പകരം നല്ലെണ്ണ ആട്ടോ ഒഴിക്കുന്നത്. നല്ല സൂപ്പറാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. മുട്ട എല്ലാ ദിവസവും ഞാൻ മുട്ട ഏത്തപ്പഴം എല്ലാ ദിവസവും കഴിക്കും കേട്ടോ. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കണ്ടോ? ദോശ, നല്ല ചൂട് സാമ്പാർ, നല്ല വെള്ള ചമ്മന്തി, പിന്നെ നേരത്തെ എടുത്തതുപോലെ ഒരു എഗ്ഗ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പാവം സിന്ധു വീട്ടിൽ ഇരുന്ന് എല്ലാ പണിയും, എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുമായിരുന്നു. ഇന്ന് മാത്രം പോയില്ല. കാരണം ശിവരാത്രി ആയതുകൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമല്ലോ, ഇച്ചിരി സ്പെഷ്യൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. രാവിലെ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇത് പായസത്തിനുള്ളതാണ്. പായസം ഞാനില്ലെങ്കിൽ ഉണ്ടാക്കത്തില്ല. ഞാനാണെങ്കിൽ പായസം ഉണ്ടാക്കും, മറ്റേതുണ്ടാക്കും എന്നൊക്കെ പറയുന്നത്. ഞാനില്ലെങ്കിൽ ഇതൊന്നും സാധാരണ പോലെ ഭക്ഷണം ഉണ്ടാക്കത്തേ ഉള്ളൂ. ലോകത്തെവിടെയാണെങ്കിലും, ലോകത്തല്ല, ഞാനിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ശിവരാത്രിയും ഞാൻ വീട്ടിൽ പോകും. അല്ലെങ്കിൽ വീട്ടുകാർക്ക് വിഷമമാണ് ആരും വന്നില്ല എന്നുണ്ടെങ്കിൽ. കിങ്ങാമു ഞങ്ങൾക്ക് വളരെ ചൂടുള്ളത് കൊണ്ട് ഇടയ്ക്ക് നാരങ്ങ റെഡിയാക്കിക്കൊണ്ട് തന്നതാണ് കേട്ടോ. കൊച്ചു തന്നെ അത് അടിച്ചത്. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന എന്തൊക്കെയാണ്, നമ്മളല്ല സിന്ധു ഉണ്ടായിരിക്കുന്ന പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്, ഓലൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വരട്ടെ പിന്നെ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്, കൂർക്കയും അച്ചിങ്ങയും കൂടെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്, സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉച്ചക്കലത്തേക്കാണ് ഇതെല്ലാം അവൾ തന്നെ ആട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. 10-11 മണിയായപ്പോഴേ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക മെഴുക്ക് വരട്ടി നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് കേട്ടോ. ചെറുപയറിൻ്റെ പരിപ്പ്, ഞങ്ങൾ തെക്കോട്ടുള്ളവർക്ക് ചെറുപയറും പരിപ്പും പപ്പടവും ഇല്ലാതെ ഒരു കാര്യമില്ല. എന്തുണ്ടെങ്കിലും പരിപ്പും പപ്പടവും. നമ്മുടെ ഈ എറണാകുളംകാര പരിപ്പല്ല കേട്ടോ, ചെറുപയറിൻ്റെ പരിപ്പ്. നല്ല തുമ്പപ്പൂ ചോറ്, വെള്ളച്ചോറ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ചുവപ്പ് ചോറേ ഇഷ്ടമുള്ളൂ. ആ ചോറുണ്ട്, തീർന്നിട്ടില്ല. പപ്പടം, ഓക്കെ, ഇനിയും തീർന്നിട്ടില്ല. നേരത്തെ കാണിച്ച ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടല്ലോ, അതും കൂടെ ഉണ്ട്. അടപ്രഥമൻ, കണ്ടോ, നല്ല സൂപ്പർ അടപ്രഥമൻ. ഇതെല്ലാം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള സാധനമാണ്. എൻ്റെ ഒരു സ്വഭാവമുണ്ട് കേട്ടോ, പായസം ഉണ്ടാക്കി അപ്പോൾ ടെസ്റ്റ് ചെയ്യണം എനിക്ക്. ആദ്യമേ ഞാൻ ടെസ്റ്റ് ചെയ്യുകയാണ്. സൂപ്പറാണോ എന്ന് അറിയാം. നല്ല സൂപ്പർ പായസമായിരുന്നു കേട്ടോ. നല്ല തേങ്ങാപ്പാലിലായിരുന്നു പായസം ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ആ പായസം കുടിച്ച ഉടനെ അവിടെ കിടന്ന് തന്നെ ഞാൻ ഉറങ്ങി. വാ പോലും കഴുകാണ്ട് അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അത്ര ക്ഷീണമായിരുന്നു. 2-2:30 ആയപ്പം എന്നെ കുത്തി വിളിപ്പിച്ചതേ ഭക്ഷണത്തിന് ഫ്രണ്ടിൽ കൊണ്ടിരുത്തിക്കാം. മുഖമൊക്കാണ്ട് വീർത്തിരിക്കുന്ന കണ്ടില്ലേ. ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പായസത്തിൻ്റെ മത്തിൽ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പം കിങ്ങാമുമായിട്ട് വീഡിയോ എടുത്ത് വന്നിരിക്കുന്നത്, എൻ്റെ മുഖം ഇരിക്കുന്നുണ്ടോ, ഉറക്കത്തിൽ നിന്ന് വിളിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ 5 മണിയായപ്പോൾ ഞാനും സിന്ധുവും അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി വന്നിരിക്കുക. ഇത്തവണ ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ, ഞങ്ങളെപ്പോഴും ശിവരാത്രിക്ക് പോകുമ്പോൾ കെട്ടുകാഴ്ച കണ്ടിട്ട് ഒരു 10 മണിയാകുമ്പോൾ അലഞ്ഞ് തിരിഞ്ഞ് വീട്ടിലെത്തും നടന്ന്. കാരണം വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ബ്ലോക്കാണ്, കയറ്റാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ വരും. ഇത്തവണ ഞങ്ങൾ പ്ലാൻ ചെയ്ത്, ഞങ്ങൾ ഇത്തവണ കലാപരിപാടികൾ കാണാൻ വേണ്ടി മാത്രം ഫുൾ ടൈം അങ്ങ് ഇരിക്കാനായിട്ട് അങ്ങ് പ്ലാൻ ചെയ്തു. കിങ്ങിണിക്ക് നാളെ പരീക്ഷ, അപ്പോൾ കിങ്ങിണി വരുന്നില്ല. അക്കച്ചി ഓഫ് കോഴ്സ് അമ്മയും അക്കച്ചിയും വരത്തില്ല. പിന്നെ ഞങ്ങൾ 2 മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തു. നടന്ന് അമ്പലത്തിൽ പോകണം, കുറച്ച് ദൂരമുണ്ടേ. അപ്പം ഞങ്ങൾ ചേർത്ത് പറഞ്ഞു, ഞങ്ങൾ 11 മണിയാകുന്നവരെ
പ്രതീക്ഷിച്ചോ, ചിലപ്പോൾ ഞങ്ങൾ രാവിലെ ആവും വരാമെന്ന്. ഇപ്പോൾ 5:15 അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് വെച്ച് പിടിക്കുക. ആദ്യമായിട്ടാണ് ഈ സമയത്ത് പോകുന്നത്. സാധാരണ 7-6:30 മണിക്കായിട്ടാണ് പോകുന്നത്. പരിപാടി കണ്ടിട്ടേ വരുള്ളൂ എന്നുള്ള രീതിയിൽ ഇതുവരെയും പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോൾ ഒരു 5:50 ആയി. ഇപ്പോൾ അവിടെ ഇപ്പം കൊടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഈ പ്രദക്ഷിണത്തിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കേണ്ടത് 4 കരയോഗങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഭരണസമിതി ട്രസ്റ്റ്. അതിൽ ഒരു കരയോഗത്തിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ. നമ്മുടെ കരയോഗത്തിലെ ഏതാണ്ട് ആൾക്കാർ അതിനകത്തുണ്ട്. പക്ഷേ ഈ സ്ത്രീകളുടെ സംഭവത്തിനൊക്കെ നമ്മൾ നിൽക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ എന്ത് വേണം, ശിവരാത്രിയാണ്, നമ്മൾ വീട്ടിൽ ബന്ധു വരും, അല്ലെങ്കിൽ നമ്മളൊക്കെ വല്ലയിടത്തും കിടക്കുകയല്ലേ. സോ ഇതിനൊന്നും നിൽക്കത്തില്ല. അവിടെ അമ്പലത്തിന് പരിസരത്തുള്ള കരയോഗത്തിലെ ആൾക്കാർ ഇതിനകത്ത് കൂടും. അതാണ് സത്യത്തിൽ ഇതിനകത്തൊക്കെ നമ്മൾ നിൽക്കേണ്ടതാണ്. നമ്മൾ എന്താണ് ഇങ്ങനെയുള്ള പൊതു കാര്യങ്ങൾക്കെല്ലാം മുങ്ങി നടക്കും. അതാണ് സത്യം. ഇപ്പോൾ അപ്പുറത്ത് കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഗീത സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെ മ്യൂട്ട് അടിച്ചിരിക്കുക കേട്ടോ ആ വീഡിയോയ്ക്ക്. എനിക്കതിൽ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല. ഞാനിനി നിങ്ങളെ കുറേയൊക്കെ അവിടെ ഞങ്ങൾ കണ്ട കുറച്ച് പരിപാടികളുടെ ക്ലിപ്പിങ്സും കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പക്ഷേ വോയിസ് അതിൻ്റെ സോങ്സ് ഒന്നും നിങ്ങളെ കേൾപ്പിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എല്ലാത്തിനും എന്താണ് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വോയിസ് കാണിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ എങ്കിലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മ്യൂസിക്കിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ യഥാർത്ഥ മ്യൂസിക് ഇട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. എങ്കിലും ഞങ്ങളുടെ പ്രോഗ്രാംസൊക്കെ ഒന്ന് കാണിക്കണ്ടേ. ആദ്യം തന്നെ തിരുവാതിരയുണ്ട്, പിന്നെ ഡാൻസ് ഉണ്ട്, ഗാനമേളയുണ്ട്, അത് കഴിഞ്ഞ് ബാലെ. ഇത് തുടങ്ങി KL24X 37-23, KL24J 46-47. ചേച്ചിക്ക് കൊടുക്കാം. സീന ചേച്ചിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് എനിക്ക് സ്ക്രിപ്റ്റിംഗ് വേണ്ട, ബാക്കി ഇവിടെ വരുന്ന ഗസ്റ്റുകളെ കുറിച്ച് അത്യാവശ്യം സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. വളരെ കേരളം കണ്ട ഏറ്റവും നല്ല കലാകുടുംബത്തിലെ അംഗമായ സീമ ചേച്ചി നേടാൻ ഇനി ഒരു അംഗീകാരവും ബാക്കിയില്ലെന്ന് തോന്നുന്നു. പക്ഷെ അതിലെല്ലാം ഉപരി നമ്മളേറെ ചേച്ചിയെ ചേർത്ത് പിടിക്കുന്നത് ചേച്ചിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് 2021 നേടിയ മദർ തെരേസ അവാർഡ്. നല്ലൊരു കയ്യടി. എവിടെ കണ്ണുനീരുണ്ടോ അവിടെയൊക്കെ ഇപ്പോഴും എൻ്റെ അടുത്തിരുന്ന് ഒരു സങ്കടം ഷെയർ ചെയ്യുമായിരുന്നു. അപ്പൊ ചേച്ചിയെ കുറിച്ച് 2 വരി പാടട്ടെ ഞാൻ. നല്ല കയ്യടി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സീമാജി നായർ. ഇപ്പോൾ ഒരു സത്യം ഏറ്റവും സന്തോഷം ചേച്ചിയുടെ പ്രസൻസ് ആണ്. ചേച്ചി വളരെ നേരത്തെ തന്നെ എത്തി. എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. അഞ്ചുമൂർത്തി ഈ നടയിൽ എനിക്ക് എത്താൻ സാധിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗീതാഞ്ജലിയുടെ ക്ഷണപ്രകാരമാണ്. ഇന്ന് മഹാശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് മഹാദേവന്റെ ഈ നടയിൽ ഇരിക്കുന്നത് തന്നെ ഒരു ജന്മപുണ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഗീതാഞ്ജലി ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിചയമല്ല. കൊച്ചിൻ സംഗമിത്രയിൽ ഞാൻ നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ അന്ന് ഗീതാഞ്ജലി KPCയിലെ ആർട്ടിസ്റ്റായിരുന്നു. അന്ന് തുടങ്ങിയ ബന്ധമാണ്. അവിടുന്ന് 25 വർഷമായി ഇതുപോലെ ശ്രീപാദം ഡാൻസ് സ്കൂളിൻ്റെ അമരത്തിരുന്ന് അത് തെളിയിക്കുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ ബാക്ക് ബോണായിട്ട് ഇപ്പോൾ പ്രിയ
പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ചേച്ചി
ഏതാ പഴയ കാലം മിഠായി. രണ്ടുപേരുടെ ബൈറ്റ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. കാണിച്ചില്ലേ എന്ന് പറഞ്ഞ് സന്തോഷമായി. ഞാൻ കണ്ട് ഇത് കാണണം. ഞാൻ വീഡിയോ ഇടും. 2 ദിവസത്തിനുള്ളിൽ വീഡിയോ ഇടും.